പാർത്ഥ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. വയനാട് UDF കൊണ്ടുപോയി, പാലക്കാടും UDF കൊണ്ടുപോയി. പക്ഷെ ചേലക്കര ചുവന്ന് തുടുത്തിങ്ങനെ നിൽക്കുകയാണ്. അത് പിണറായിയുടെ ചേൽ കണ്ടിട്ടൊന്നുമല്ല ചേലക്കര ചുവന്നത്. ചേലക്കരയിൽ 12,122 വോട്ടാണ് UR പ്രദീപിന് കിട്ടിയത്. നമ്മൾ ഇന്നലെ പറഞ്ഞു ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ നമ്മളിവിടെ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ നമ്മൾ ക്യാമറ ഓഫ് ചെയ്തപ്പോൾ ചർച്ചയ്ക്കിടയിൽ നമ്മൾ എല്ലാവരും സംസാരിച്ചതാണ് ചേലക്കരയിൽ UR പ്രദീപ് തന്നെ കൊണ്ടുപോകും. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ പ്രദീപിനെ സ്വീകാര്യമാണ് ചേലക്കരക്കാർക്ക് എന്നുള്ളത്. അത് പാർട്ടി നോക്കിയിട്ടല്ല. ടോട്ടൽ 64,827 വോട്ട് അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതാണ്. പാട്ടുംപാടി ജയിക്കാമെന്ന് കരുതിയ രമ്യ ഹരിദാസിനെ തറ പറ്റിച്ചുകൊണ്ടാണ് UR പ്രദീപ് അവിടെ വിജയം നേടിയത് എന്നുള്ളതാണ്. പിണറായിയുടെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഒരു മൂന്നാം വരവിൻ്റെ തെളിവാണ് ചേലക്കരയിൽ പിന്നെ UR പ്രദീപിൻ്റെ മിന്നം വിജയം. ചെങ്കൊടി, ചേലക്കരയുടെ ചങ്കിൽ ചെങ്കൊടിയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളാനൊന്നും ഞാനില്ല. UR പ്രദീപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കണ്ടിട്ട് ചേലക്കരക്കാർ കൊടുത്ത ഒരു വോട്ടാണ് അവിടെ LDFനെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ്. എന്താണ് ചേലക്കരയുടെ ചേല് ചുവക്കാനുള്ള കാരണം? ധന്യ പറഞ്ഞതുപോലെ ഈ ചേലക്കരയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സമയത്തും ചേലക്കരയിൽ CPM മിന്നും വിജയം നേടിയത്? അവർ പറയുന്നത് പോലെ ഇന്നലെ ചില സൈബർ സഖാക്കളൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അതായത് പിണറായി സർക്കാർ 3-0, അതായത് മൂന്നാമത്തത് വരുന്നു, 3.0 അണിയറയിൽ ഒരുങ്ങുന്നു, മൂന്നാമത്തെ വേർഷൻ വരാൻ പോകുന്നു. യഥാർത്ഥത്തിൽ CPMന് ലോകത്തില്ലാത്ത ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിലുള്ള വലിയ ഈ ഭരണവിരുദ്ധ വികാരം എല്ലാ ജനങ്ങളിലും ആളിക്കത്തി നിൽക്കുന്ന സമയത്താണ് ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ചേലക്കര എന്ന് പറയുന്നത് പാർട്ടിയുടെ കൊടികുത്തിയ മണ്ഡലമാണ്. ചേലക്കരയും അതുപോലെ തന്നെ ആലത്തൂരും. അവിടെയുള്ള ഇപ്പോഴും അവിടെ പഴയ നാട്ടുകാരും ചായക്കടകളും ഗ്രാമത്തിൻ്റെ നന്മയും ഒക്കെയുള്ള സ്ഥലമാണ് ഈ ആലത്തൂർ എന്ന് പറയുന്നത്. ഈ വേലിയുള്ള ഇടവഴികളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ആലത്തൂരേക്ക് പോകണം. ആ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ് ഈ ചേലക്കര എന്ന് പറയുന്നത്. അതായത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചേലക്കര. ഈ ചേലക്കരയിൽ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള ലാലേട്ടനൊക്കെ പിന്നെ അഭിനയിച്ച ഈ ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമ ധന്യ കണ്ടിട്ടുണ്ടാവും. അതിൽ അവർ ആ ഹിന്ദുവുമായി ബന്ധപ്പെട്ട പാട്ടും സീനും ഒക്കെ ചിത്രീകരിച്ചത് അവിടെയുള്ള വാഴാലിക്കാവ് എന്ന് പറയുന്ന മനോഹരമായ പ്രസിദ്ധമായ ദേവീക്ഷേത്രത്തിലും ആ വയലോരങ്ങളിലൊക്കെ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് പാലക്കാടിന്റെയും തൃശ്ശൂരിന്റെയും ഒക്കെ ഒരു നന്മ, നാട്ടുനന്മയൊക്കെ അവിടെ ഉള്ള സ്ഥലമാണ് ഈ ചേലക്കര എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും ഈ ഷൂട്ടിംഗ് സിനിമാക്കാരുടെ ഒരു പ്രിയപ്പെട്ട ലൊക്കേഷൻ. ഞാനത് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത്തരം നന്മകളുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ CPMന്റെ കാലങ്ങളായിട്ടുള്ള ചെങ്കോട്ടയാണത്. കണ്ണൂരൊക്കെ ചെങ്കോട്ടയാണെന്ന് പറയുമ്പോഴും അതുപോലെ തന്നെയുള്ള ഒരു ചെങ്കോട്ടയാണ് ഈ പറയുന്ന ചേലക്കര. അവിടെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ രമ്യ ഹരിദാസ് ലോക്സഭയിൽ വിജയിച്ചത്. അതും PK ബിജു എന്ന് പറയുന്ന തുടർച്ചയായി മത്സരിച്ച് ജയിച്ച് അവിടുത്തെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും കാണിക്കാത്ത ഒരു മനുഷ്യൻ PK ബിജു ആയിപ്പോയതിന്റെ പേരിൽ അവിടുത്തെ ജനങ്ങൾ അതുകൊണ്ടും പിന്നെ ഈ രാഹുൽ ഗാന്ധിയൊക്കെ മത്സരിച്ച ഒരു മോദി വിരുദ്ധ ട്രെൻഡിൽ അവിടെ മത്സരിച്ച് ജയിച്ചു പോയ ആളാണ് ഈ പറയുന്ന പാട്ടുംപാടി ജയിച്ച ആളാണ് രമ്യ ഹരിദാസ്. പക്ഷേ പാട്ട് മാത്രമേ രമ്യ പാടിയിരുന്നുള്ളൂ. ഈ ലോക്സഭയിലേക്ക് പോയ ശേഷം അവിടെ ഒന്നും ചെയ്തിരുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. കുറച്ച് ഷോ ഒക്കെ കാണിച്ചു, റോഡിലിറങ്ങി കുത്തിയിരുന്ന് വഴിതടയൽ സമരമൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രമ്യ അവിടെ പരാജയപ്പെട്ടു. ഇത് പറഞ്ഞപ്പോൾ രമ്യയുടെ ഒരു പാട്ട് ഇന്നലെ ട്രോളായി വരുന്നുണ്ട്. എന്ത് ചില്ലുമേടയിൽ നിന്ന് കല്ലെറിയല്ലേ. പിന്നെ അതുപോലെ തന്നെ ആ രമ്യ പോകുന്ന സമയത്ത് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ തടഞ്ഞുകൊണ്ട് അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. തോൽവിയും പരാജയങ്ങളൊക്കെ ഉണ്ടാവും. കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട് പാലക്കാട് സി കൃഷ്ണകുമാറിനെ നിർത്തിയത് തെറ്റായി പോയി എന്ന് പല പാർട്ടി പ്രവർത്തകർ, BJPയുടെ പല പാർട്ടി പ്രവർത്തകരും സമ്മതിക്കുന്നത് പോലെ കോൺഗ്രസും സമ്മതിക്കുന്നുണ്ട്. പാർട്ടി നിർണയം തെറ്റായി, സ്ഥാനാർത്ഥി നിർണയം തെറ്റായി പോയി എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പറ്റിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 5000 വോട്ടിനടുത്ത് മാത്രം, കേവലം 5000 വോട്ടിനടുത്ത് അങ്ങനെയാണ് പരാജയപ്പെട്ടത്. അപ്പോൾ പാർട്ടി വിചാരിച്ചു രമ്യ അത്രയും കെ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അത്രയും തറ പറ്റിച്ചല്ലോ, അപ്പോൾ കൃത്യമായി രമ്യ വിജയിച്ചു കയറുമെന്നുള്ള കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം, അവരുടെ കണക്കുകൂട്ടലിൽ വന്ന പിഴവാണ് VD സതീശനും സംഘത്തിനും. VD സതീശനും പറഞ്ഞത് ഈ പറഞ്ഞ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ എൻ്റെ ഉത്തരവാദിത്തം, ജയിച്ചാലും എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു. ഇതിലൊരു കാര്യം ഞാൻ പറയട്ടെ പാർത്ത, ഈ
ഈ തുടക്കത്തിൽ രമ്യ ഹരിദാസിനെ ജയിപ്പിച്ചതിൽ ഒരു മാധ്യമത്തിന് വല്ലാത്ത പങ്കുണ്ട്. പെങ്ങളൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് PR വർക്ക് ഏറ്റെടുത്ത ഒരു മാധ്യമമുണ്ട്. ആ മാധ്യമത്തിന്റെ വാർത്തകൾ കേൾക്കുന്ന പലരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്തു പോയാണ് ആദ്യ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിച്ചത്, പെങ്ങളൂട്ടിയെ അങ്ങനെ വിജയിപ്പിച്ചതാ. പിന്നെ പെങ്ങളൂട്ടി എന്താണെന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായില്ലേ, പെങ്ങളൂട്ടിയുടെ സേവനം എന്താണെന്നുള്ളത്. അല്ല, അതൊരു പക്ഷേ വേറൊരു കാര്യം കൂടിയാണ്. ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ആ നിഷ്കളങ്കതയുടെ ഭാഗമായി രമ്യ ഹരിദാസിന്റെ ആ പാട്ടൊക്കെ, എനിക്ക് പാട്ട് പാടുന്ന രമ്യ ഹരിദാസിനെ എനിക്കിഷ്ടമാണ്, രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി എനിക്കിഷ്ടമാണ്. പക്ഷേ രമ്യ ഹരിദാസ് ആ പറയുന്നത് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ശോഭിച്ചില്ല എന്നുള്ളത്. പിന്നെ രമ്യയുടെ ചില പ്രസ്താവനകൾ, എൻ്റെ ശമ്പളം തികയുന്നില്ല എന്തൊക്കെയുള്ള പ്രസ്താവനകൾ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. മാത്രവുമല്ല ഇവിടെ എന്താണ്, ഈ രമ്യ ഹരിദാസിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിച്ചപ്പോൾ ആളുകൾക്ക് കൃത്യമായി, കോൺഗ്രസ് അണികൾക്കും BJP അണികൾക്കും ഒക്കെ രമ്യ ഹരിദാസിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ CPM വിജയിച്ച് കയറിയത്. ഒന്ന്. രണ്ടാമത്തത് ചിലപ്പോൾ കളം മാറിയേനെ. ഒന്ന്. രണ്ടാമത്തത് CPM-ന് ഒരു എഡ്ജായി വന്നത്, ഒരു അഡ്വാൻറ്റേജ് ആയി വന്നത് UR പ്രദീപ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ്. ആരാണ് UR പ്രദീപ്? UR പ്രദീപ് എന്ന് പറയുന്നത് കാലങ്ങളായി CPM-നോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന ഒരു പൊതുപ്രവർത്തകൻ. ഒപ്പം പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ച ഒരു മനുഷ്യന്. പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ച സമയത്ത് ഒരു വിപ്ലവകരമായ ചില മാറ്റങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു, ചില ഉത്തരവുകളൊക്കെ കൊടുത്തു. പട്ടികജാതിക്കാരുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹം നേരിട്ടിറങ്ങി. മാത്രവുമല്ല ചേലക്കരയിലെ ജനങ്ങൾക്കൊപ്പം പിന്നെ ഈ പറയുന്ന UR പ്രദീപ് എപ്പോഴും ഉണ്ടായിരുന്നു. K. രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായി MLA ആയി നിൽക്കുന്ന സമയത്തും K. രാധാകൃഷ്ണനോടൊപ്പം നിന്ന് K. രാധാകൃഷ്ണന് വേണ്ടി മണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് പ്രവർത്തിച്ച വ്യക്തിയുടെ പേരാണ് UR പ്രദീപ്. ആളുകളെല്ലാം തന്നെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരാതികളും എല്ലാം പറയുന്നത് UR പ്രദീപിനോടായിരുന്നു. അതായത് ചേലക്കരയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ UR പ്രദീപിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ ഈ K. രാധാകൃഷ്ണന് ശേഷം ആര് എന്ന് CPM ചിന്തിച്ച സമയത്ത് 2016 വേറൊരു മുഖവും പാർട്ടിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അത് UR പ്രദീപിന്റെ മുഖം മാത്രമായിരുന്നു. അത്രയ്ക്ക് ജനസ്വീകാര്യനായിരുന്നു UR പ്രദീപ്. പുഞ്ചിരിക്കുന്ന മുഖം, ഒരു എളിമയുള്ള, ഒരു വിനയമുള്ള, ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള UR പ്രദീപ്, ഒരു സഖാവായിട്ടുള്ള UR പ്രദീപ്. അദ്ദേഹത്തെ ഒരു വിവാദങ്ങളിലും അദ്ദേഹം പോയി ചാടില്ല, ആരെ പറ്റിയും അനാവശ്യമായ വർത്തമാനങ്ങൾ പറയില്ല. UR പ്രദീപ് നിയമസഭയിൽ പോകുന്നുണ്ട്, നിയമസഭയ്ക്ക് വേണ്ടി തിരിച്ചിറങ്ങുമ്പോൾ ചേലക്കരയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്, തിരിച്ചിറങ്ങുന്നുണ്ട്, ഒരു പ്രശ്നവും അദ്ദേഹത്തിനില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സൗമ്യനായ മനുഷ്യനെ CPM സ്ഥാനാർത്ഥിയാക്കുന്നു. പാട്ടും പാടി രമ്യ ജയിച്ചതിനേക്കാൾ മുകളിൽ UR പ്രദീപ് അവിടെ ആ സമയത്ത് ജയിക്കുന്നു. പിന്നീട് വീണ്ടും K. രാധാകൃഷ്ണൻ തന്നെ, K. രാധാകൃഷ്ണൻ ഈ പറയുന്ന പോലെ K. രാധാകൃഷ്ണനും UR പ്രദീപുമാണ് ചേലക്കരയിലെ മുഖങ്ങൾ എന്ന് പറയുന്നത്. വീണ്ടും K. രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുന്നു. K. രാധാകൃഷ്ണൻ തന്നെ വീണ്ടും അവിടെ വിജയിക്കുന്നു. അത്രമേൽ നല്ല ഹൃദയമുള്ള മനുഷ്യനാണ് K. രാധാകൃഷ്ണൻ. അദ്ദേഹം അത്രമേൽ ഒരു പാർട്ടിക്ക് വേണ്ടിയൊക്കെ പാർട്ടിക്ക് വേണ്ടിയല്ല, കല്യാണം പോലും കഴിക്കാതെ സ്വന്തമായി ഒരു പിന്നെ നമ്മൾ പറയില്ലേ, ഈ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ, അതെ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്വകാര്യമായ സ്വത്തും സമ്പാദിക്കാത്ത, ഒരു അമ്മയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ ജീവിക്കുന്ന, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പാർട്ടി ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. ഒരു മനുഷ്യൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് നിങ്ങൾ MP ആയി മത്സരിക്കൂ, നിങ്ങൾ MP ആയി പോയിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു പരാതിയും പറയാതെ MP സ്ഥാനത്ത് പോയി ഇരുന്ന ഒരു മനുഷ്യൻ. അതാണ് ഈ പറയുന്ന K. രാധാകൃഷ്ണൻ. അദ്ദേഹം പിന്നീട് മത്സരിച്ച് MLA ആവുന്നു. അതിനുശേഷം 2024 വീണ്ടും ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ രമ്യയെ ഇവർ ഇപ്പുറത്ത് നിർത്തിയപ്പോൾ UR പ്രദീപ് മാത്രമായിരുന്നു പാർട്ടിയുടെ മുമ്പിലുള്ള വീണ്ടുമുള്ള മുഖമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി K. രാധാകൃഷ്ണൻ തന്നെ രംഗത്തിറങ്ങി. പല ആരോപണങ്ങളും വരുന്നു, രാധാകൃഷ്ണൻ താല്പര്യമില്ല, രാധാകൃഷ്ണൻ വന്നില്ല എന്നൊക്കെ. അതിനൊക്കെ മറുപടി രാധാകൃഷ്ണൻ തന്നെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ഇതാണ് നിങ്ങൾക്കുള്ള മറുപടി എന്ന്. അപ്പോൾ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് അവിടെ ഇറങ്ങി പ്രവർത്തിച്ചതിലുള്ള ഗുണം ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സമയത്ത് ഈ CPM-നോടുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും അതേപോലെ തന്നെ ആളുകൾക്ക് രമ്യ ഹരിദാസിനോടുള്ള ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നു എന്നുള്ളതും, ഈ പറയുന്ന UR പ്രദീപാണ് കാൻഡിഡേറ്റ് എന്നുള്ളതും, അവിടെ CPM-ന്റെ കോട്ടയാണ് എന്നുള്ളതും CPM-നെ അവിടെ വല്ലാതെ തുണച്ചു. അല്ലാതെ ഈ പറയുന്നത് പോലെ CPM-ന്റെ സംസ്ഥാന സർക്കാരിനോടോ പിണറായിയോടോ ഉള്ള ഒന്നുമല്ല, ഒരു വലിയ സ്നേഹമൊന്നുമല്ല അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലത്തെ ഒരു വിജയം ചേലക്കരയിൽ നേടാൻ കഴിഞ്ഞു. ഞാൻ ആദ്യം മുതലേ രമ്യ ഹരിദാസ് പരാജയപ്പെടുമെന്നും UR പ്രദീപ് ജയിക്കുമെന്നും ഉറപ്പുള്ള ആളായിരുന്നു. ഞാൻ ചേലക്കരയിലെ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ പറയാണ്, ഞങ്ങൾ ഈ പറയുന്ന UR പ്രദീപ് അവിടെ ജയിക്കുള്ളൂ, അവിടെ രമ്യക്കെതിരെ പ്രശ്നങ്ങളുണ്ട്, വെറുതെ വോട്ട് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ പലരും UR പ്രദീപിന് വോട്ട് ചെയ്തിട്ടുണ്ട്. BJP വോട്ടടക്കം പോയിട്ടുണ്ട്. പക്ഷേ ചേലക്കരയിൽ BJP-ക്ക് 10,000 വോട്ട് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ ചേലക്കരയിൽ
എന്താണ് CPM തുണച്ചത്. ഈ നല്ല വ്യക്തികളെ, നല്ല മനുഷ്യരെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള, ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോൾ അത് CPM പിന്തുണച്ചു എന്നുള്ളതും, രമ്യ ഹരിദാസിനെ നിർത്തുമ്പോൾ VD സതീശനുള്ള അഹങ്കാരം, ആ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയും കൂടിയാണ് ഈ വിജയം. അല്ല പാർത്ഥ, മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എങ്കിലും ജനങ്ങൾക്ക് CPM വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും CPM ഈ സ്ഥാനാർത്ഥി നിർണ്ണയം പലപ്പോഴും അവരെ തുണച്ചിട്ടുണ്ടെന്നാണ്. നല്ല സ്ഥാനാർത്ഥികൾ എവിടെ നിർത്തണം എന്ന് CPM നന്നായിട്ട് അറിയാം. അതിലൊരു തർക്കവും അവരൊരിക്കലും നിർത്തില്ല. പാർട്ടിക്കകത്ത് നിന്ന് പോലും ഒരു തർക്കം വരാറില്ല, അത് പരിഹരിക്കുകയും ചെയ്യും. പിന്നെ ഇനിയും ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും ഒരു കണക്കിൽ 3.0 എന്ന് പറയുന്നത് നമ്മൾ അത്ര നിസ്സാരമായി കളയേണ്ട. കാരണം എന്ന് പറയുന്നത് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അത് CPM ആണോ കോൺഗ്രസ് ആണോ BJP ആണോ എന്നൊന്നും ആളുകൾ നോക്കില്ല. സ്ഥാനാർത്ഥി നല്ലതാണ്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരാണ്, ജനങ്ങൾക്ക് വികസനം കൊണ്ടുവരുന്നവരാണെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ വിജയിപ്പിക്കും. അത് ആരെയാണെങ്കിലും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നമ്മൾ ചേലക്കരയിൽ കണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് ഇനി CPM 3.0 വരാതിരിക്കില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ഇനിയും പിന്നെ പിണറായി മുഖ്യമന്ത്രി ആകാതിരുന്നാൽ മതി. CPM നല്ല സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ 3.0 ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്, തള്ളിക്കളയാൻ കഴിയില്ല. അത്രയും ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരത്തിലും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഒരുപക്ഷെ CPM വലിയ ഗുണമുണ്ടാകുമെന്നുള്ളതും, അതുപോലെ തന്നെ ആരെ നിർത്തിയാലും വിജയിക്കുമെന്നുള്ള ഒരു അഹങ്കാരം VD സതീശനും കോൺഗ്രസിനും ലീഗിനും ഉണ്ടാകും എന്നുള്ളതും അവർ മാറി ചിന്തിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എല്ലാ സ്ഥാനത്തും ഈ പെയ്ഡ് സീറ്റ് വാങ്ങിക്കൊണ്ട് പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ, ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ഒക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് സമ്മതരായ സ്ഥാനാർത്ഥികൾ നിർത്താൻ ഇപ്പോഴേ പണിയെടുത്ത് തുടങ്ങിയാൽ കോൺഗ്രസിന് നല്ലത്, ഇല്ലെങ്കിൽ CPM നല്ലത്.